സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ വിമർശനത്തിൽ ഇപ്പോൾ എയറിലായിരിക്കുകയാണ് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേശ് അണ്ണൻ. ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്, ഞാൻ സംവിധായകനല്ലല്ലോ കട്ട് പറയാൻ. സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണെന്ന് അണ്ണൻ അങ്ങോട്ട് അടിച്ചു വിട്ടു. ഏത് അണ്ണൻ എന്തപരാധം വിളിച്ചു പറഞ്ഞാലും താങ്ങി പിടിക്കാൻ കുറെ മരപ്പൊട്ടന്മാർ കൂടെ ഉണ്ടാവുമെന്ന് ഓർത്തിട്ടുണ്ടാവണം. പറയേണ്ട സംവിധായകർ പറയും. അതുമല്ലെങ്കിൽ കണ്ടവരെ അത് തെറി പറഞ്ഞ വലിയ മാസാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇതൊന്നുമല്ലെങ്കിൽ വെറുതെ ഈച്ചയായിട്ടിരിക്കുന്ന അണ്ണന് കുറച്ച് സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും. എന്തൊക്കെയായാലും നമ്മുടെ ഗണേഷ് കുമാറിന്റെ സമയം തീരെ ശരിയല്ലെന്ന് വേണം പറയാൻ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. സന്തോഷമായി. സുരേഷ് ഗോപിക്ക് കട്ട് പറയാൻ താൻ സംവിധായകനല്ല. ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ജനങ്ങളാണ് കട്ട് പറയേണ്ടത്. ഏറെക്കാലമായി അടുത്തറിയുന്ന ആളാണ് സുരേഷ് ഗോപി. പറയാനുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായി പറയാനില്ല. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇനി പറയാനില്ല. ഇനി എല്ലാവരും അനുഭവിച്ചോട്ടെ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിലെ എന്റെ പ്രസംഗം കേട്ട് അന്ന് പലരും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്ന് ഗണേഷ് കുമാർ ചോദിച്ചു. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമെന്ന് പറയുന്നവരോട് സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, തെരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് എന്നെല്ലാമാണ് ഗണേഷ് കുമാർ അണ്ണൻ അങ്ങോട്ട് തട്ടിവിട്ടത്. ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഗണേഷ് ഫാൻസ് ഇതൊക്കെ ബീജിയും കുത്തിക്കയറ്റി മാസാക്കി സ്റ്റാറ്റസ് കുത്തി നിറയ്ക്കുമെന്ന് ഓർത്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലാണ് ഇപ്പൊ നമ്മുടെ അണ്ണൻ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പറന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതിങ്ങനെയായിരുന്നു. കമ്മീഷണർ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പുറകിൽ SP യുടെ തൊപ്പി വെച്ചിരുന്നയാളാണ് സുരേഷ് ഗോപി. വർഷങ്ങൾക്ക് മുമ്പ് ഭരത്ചന്ദ്രൻ IPS ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത്. സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട്. അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറെ കാലം SP യുടെ IPS എന്നെഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു. അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത്. അത്രേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂവെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം, തൃശ്ശൂർക്കാർക്ക് ദോഷം വരുത്തരുത് എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തും. ആക്ഷനും റിയാക്ഷനും അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനൊന്നുമല്ലല്ലോ കട്ട് പറയാൻ. ഇനി ജനം പറഞ്ഞോളുമെന്നാണ് അണ്ണൻ വലിയ മാസ് അടിച്ച് പറഞ്ഞിട്ട് പോയത്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. എടാ ഗണേഷേ, എങ്കിൽ നീ കേട്ടോടാ മോനെ, നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ നീ സുരേഷ് ഗോപിയെ താങ്ങാൻ നിൽക്കുന്നത്? നീ ഈ പറഞ്ഞ കമ്മീഷണർ തൊപ്പി സുരേഷ് ഗോപി നൽകിയത് ഇടുക്കിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര മർദ്ദനത്തിന് ഇരയായ ഷെഫീഖ് എന്ന കുട്ടിക്കാണ്. 2014 സെപ്റ്റംബറിലാണ് ഷെഫീഖിന്റെ പിറന്നാളിന് സുരേഷ് ഗോപി കാണാനെത്തിയതും തൊപ്പി നൽകിയതും. പിറന്നാളിന് സുരേഷ് ഗോപി വരണമെന്നായിരുന്നു ഷെഫീഖിന്റെ ആഗ്രഹം. ഇതറിഞ്ഞതോടെയാണ് തിരക്കുകൾ മാറ്റിവെച്ച് സുരേഷ് ഗോപി തൊടുപുഴയിലെത്തിയത്. തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബറിടത്ത് സുരേഷ് ഗോപി ഷെഫീഖിന് തൊപ്പി കൊടുത്ത കാര്യം പറയുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. എടാ ഗണേഷ്, നീ ഒന്നുകൂടെ ഓർക്കണം, നീ പറഞ്ഞ വിടുവായ്ത്തരങ്ങളൊക്കെ കേട്ട് മുങ്ങിപ്പോകുന്നതല്ല സുരേഷ് ഗോപിയുടെ പ്രതാപം. നീ മറന്നതും ജനങ്ങൾ മറക്കാത്തതുമായ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്നും ജയിപ്പിച്ചു വിട്ട 19 വാർഡുകൾ മുനമ്പം നിവാസികളെ വഞ്ചിച്ചപ്പോൾ ഒരു സുരേഷ് ഗോപി മാത്രമേ അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. മുനമ്പം നിവാസികളും കേരളത്തിലെ സുഡാപ്പുകൾ ഒഴികെയുള്ളവരും സുരേഷ് ഗോപിക്ക് ജയ് വിളിക്കുമ്പോൾ കൂറുപൊട്ടിയ മാപ്രകളും സുഡാപ്പുകളുടെ മൂട് താങ്ങുകളും സുരേഷ് ഗോപിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയായാലും ഗണേഷ് കുമാറിനോട് എനിക്ക് ബൈബിളിലെ ഒരു വാക്യമാണ് പറയാനുള്ളത്. അതിങ്ങനെയാണ്: സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര, നീ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്ടിക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്ത് കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. ചിലതൊക്കെ മറന്നുപോയെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാലോ? എവിടെ നിന്ന് ഞാനിപ്പോ തുടങ്ങാം? സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിന് കുനിച്ചു നിർത്തി കൂമിനിട്ട് ഇടികെട്ടിയ ആളാണ് നമ്മുടെ ഗണേശ് അണ്ണൻ.
ആ ആളാണ് സുരേഷ് ഗോപിക്കെതിരെ ചെലക്കുന്നത്. മോന്തയ്ക്ക് കിട്ടിയ പാട് ഇപ്പോഴും ഉണ്ടല്ലോ ഗണേഷേ. സുരേഷ് ഗോപി നടി ശ്രീവിദ്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ പോയി കേസായിട്ടില്ല. സുരേഷ് ഗോപിയുടെ ഭാര്യ പീഡന കേസ് കൊടുത്തിട്ടുമില്ല. സുരേഷ് ഗോപിയുടെ സഹോദരി സ്വത്ത് തട്ടിയെടുത്തു എന്ന് കാട്ടി കേസ് കൊടുത്തിട്ടുമില്ല. സുരേഷ് ഗോപിയുടെ അച്ഛൻ സരിതയുടെ കൊച്ചിന് ചിലവിന് കൊടുത്തിട്ടുമില്ല. സുരേഷ് ഗോപിയുടെ ചികിടത്ത് ബിജു രാധാകൃഷ്ണൻ അടിച്ചിട്ടുമില്ല. സുരേഷ് ഗോപിയുടെ സ്കൂളിലെ അധ്യാപകന്റെ മറദ്വാരത്തിൽ ആരും കമ്പിവടി കയറ്റി കൊല്ലാൻ നോക്കിയിട്ടുമില്ല. ഇനി പാരമ്പര്യം നോക്കാനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പിതാവ് അഴിമതി കേസിൽ ജയിലിലും കിടന്നിട്ടില്ല. ഓർമ്മ വേണം, ഒന്നും ജനങ്ങൾ മറന്നിട്ടില്ല. തൽക്കാലം ഇത് മതി. പറയുകയാണെങ്കിൽ ഇനിയുമുണ്ട് ഗണേശ വിലാസങ്ങൾ. പറയിപ്പിക്കരുത് കേട്ടോ ഗണേഷ് കുമാര. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ ഇടം നേടിയ സുരേഷ് ഗോപിയെ ഇനി നിങ്ങളിൽ ആർക്ക് എത്ര കണ്ട് പുറകെ നടന്ന് ക്രൂശിച്ചാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.